ഗുഡ് മോർണിംഗ്. ആരെയും കാണുന്നില്ലല്ലോ. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ ആർക്കും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാണാമോ? ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? കാണുന്നുണ്ടോ എല്ലാവർക്കും? യെസ്, കാണുന്നുണ്ടല്ലേ വിന്നു. ഗുഡ് മോർണിംഗ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഓരോ തിരക്കിലായിരിക്കും അല്ലേ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ക്ലാസ് ആയതുകൊണ്ടാണ് നേരത്തെ അറിയിക്കാൻ പറ്റാത്തത് കേട്ടോ. നമുക്ക് ഈ ഒരു ടോപ്പിക്കല്ലേ ഇതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങോട്ട് തീർത്ത് നമുക്ക് നെക്സ്റ്റ് 1-ാം തീയതി മുതലുള്ള ഷെഡ്യൂൾ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവിടെ ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകൾ ലൈവായിട്ട് ചെയ്യാം. ആരെയും കാണുന്നില്ല. ഇതെല്ലാം നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ റെക്കോർഡിൽ കാണുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പ്രോഗ്രഷൻ, അരിത്തമാറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനുമാണ്. അതായത് സീക്വൻസും സീരീസും. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞാൽ +1 ചാപ്റ്ററിലെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ. 10ാം ക്ലാസ്സിലും നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. പ്രീവിയസ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത്. ആദ്യമേ സീക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ശ്രേണി അല്ലേ. അതായത് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂടുന്നതോ വ്യത്യാസം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന നമ്പറുകൾ. ഇപ്പോൾ കൂടിയതായിരിക്കാം, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കാം, അങ്ങനെ. അപ്പോൾ അവിടെ ഒരു ഫസ്റ്റ് ടേം കാണും, പിന്നെ ഒരു സെക്കൻഡ് ടേം കാണും, പിന്നെ ഒരു തേർഡ് ടേം കാണും. ഇങ്ങനെയാണ് നമ്മൾ അതിലെ ടേമുകൾ എഴുതുക. ഒരു nth ടേം കാണും. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിൽ എക്സെട്ര പോവും, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിൽ അതിൽ an വരെ, ലാസ്റ്റ് ടേം വരെ നിർത്തും അല്ലേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സീക്വൻസ് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ടാണ് പറയുക. സീക്വൻസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 അങ്ങനെ ടേമുകൾ പറയുന്നില്ലേ. അതുകൊണ്ടാണ് നാച്ചുറൽ നമ്പേഴ്സുമായിട്ടുള്ള അസോസിയേഷൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള അസോസിയേഷൻ പറയാനുള്ള കാരണം അതാണ്. ഓക്കെ. ഇവിടെ A1, A2 എക്സെട്ര AN അങ്ങനെയുള്ള ഒരു നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്നൊക്കെ പറയാം. ഒരു പൊതു വ്യത്യാസമുള്ളതോ അല്ലെങ്കിൽ ഒരു പൊതു ഗുണിതമുള്ളതോ ആയിട്ടുള്ള നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ എന്തായിട്ട് പറയാം? സീക്വൻസ് ആയിട്ട് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ. ഇനി 2, 4, 6, 8 ഇതൊരു സീക്വൻസ് ആണ് അല്ലേ. പിന്നെ 1, 4, 9, 16, 25 ഇതൊരു സീക്വൻസ് ആണ് അല്ലേ. ഇങ്ങനെ ഒരുപാട് സീക്വൻസസ് നമുക്ക് പറയാം. ഇതൊക്കെ കോമൺ ഡിഫറൻസുകളും കോമൺ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അതിന്റെ അസോസിയേഷൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു അടുത്തടുത്ത് നിൽക്കുന്ന ടേമുകൾ അല്ലേ. ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നാണ് വ്യത്യാസം. 1, 2, 3 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൽ 2 വ്യത്യാസം വരുന്നത്. ഇതെന്താ ഇതിന്റെ കണക്ഷൻ? ഇതിന്റെ ആ ഒരു പ്രത്യേകത എന്താ? ഇത് 1ന്റെ സ്ക്വയർ ആണ്, ഇത് 2ന്റെ സ്ക്വയർ ആണ്, ഇത് 3ന്റെ സ്ക്വയർ ആണ്, ഇത് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 5ന്റെ സ്ക്വയർ ആണ് അല്ലെ. എങ്ങനെയുള്ള നമ്പറുകൾ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? സീക്വൻസ് എന്ന് പറയും. ഓക്കെ. ഒരു ഫസ്റ്റ് ടേം, ഒരു സെക്കൻഡ് ടേം, തേർഡ് ടേം ഉണ്ടാവും. അതാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്.
ഇനി അതിൽ തന്നെ നമ്മൾ സം ആയിട്ട് എഴുതുകയാണെങ്കിൽ ആ സീക്വൻസുകളെ നമ്മൾ സം ആയിട്ട് A1 A2 A3 എക്സെട്ര അതിനെ നമ്മൾ സം ആയിട്ട് എഴുതുകയാണെങ്കിൽ പ്ലസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സീരീസ് എന്ന് പറയുക. അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയും, സീരീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ സം ഓഫ് ദ സീക്വൻസ് ആണ് സീരീസ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സീക്വൻസ് 1 2 3 അത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര ഇതൊരു സീരീസ് ആണ്. അതേപോലെ 1 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 10 പ്ലസ് എക്സെട്ര ഇതൊരു സീരീസ് ആണ് അല്ലെ. കാരണം ഇവിടെ സീക്വൻസ് 1 4 7 3 10 എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഡിഫറൻസ് 3 വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിന്റെ ഒരു സീരീസ് ആണ് ഈ കാണുന്നത്. അപ്പൊ സീക്വൻസിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയാ, സീരീസ് എന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സമാന്തര ശ്രേണി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, അതിനെ നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. ആ എയുടെ കൂടെ ഒരു പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കും. ഇതാണ് ഫസ്റ്റ് ടേം A1, ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ടേം A2. ഇനി ആ A പ്ലസ് ഡിയുടെ കൂടെ വീണ്ടും ഒരു ഡി ആഡ് ചെയ്തിട്ട് നമ്മൾ A പ്ലസ് 2D അത് തേർഡ് ടേം ആയിട്ട് എടുക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെയുള്ള ടേമുകൾ നമുക്ക് കിട്ടും. ഇതിൽ ഏനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയാ അല്ലെ, ആദ്യ പദം എന്ന് പറയും മലയാളത്തില്, ഫസ്റ്റ് ടേം എന്ന് പറയും. പിന്നെ ഡി ആണ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് അല്ലെ, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ്. ഇനി ഒരു സീക്വൻസ് കിട്ടിയാൽ ആ സീക്വൻസിൽ നിന്നും പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഒരു സീക്വൻസ് കിട്ടിയാൽ ആ സീക്വൻസിൽ നിന്നും പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ. ഇപ്പോ A1 A2 A3 എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ടേമുകളാണെന്ന് വിചാരിക്കും, AP-യിലെ ടേമുകളാണെന്ന് വിചാരിക്കും. ഇതിന്റെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അത് തന്നെയായിരിക്കും തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ലെ. തുടർച്ചയായിട്ടുള്ള രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫസ്റ്റ് ടേം ആണ്, അതിൽ A1 ആണ് ഉണ്ടായിരുന്നത്, A1-ൽ A ആണ് ഉണ്ടായിരുന്നത്, A2-ൽ A പ്ലസ് ഡി ആണ് ഉണ്ടായിരുന്നത്. ഡിയുടെ കോഎഫിഷ്യന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ, 1 ആണ് ഡിയുടെ കൂടെയുള്ള നമ്പർ. പിന്നെ A3 എന്ന് പറഞ്ഞാൽ A പ്ലസ് 2D ആണ്. അപ്പൊ A4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, A4 എന്ന് പറയുന്നത് A പ്ലസ് 3D ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ AN എന്ന് പറയുന്ന nth ടേം, എന്നാം പദം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെങ്ങനെ എഴുതുക, നമ്മൾ A പ്ലസ് N മൈനസ് 1 × D. ഇവിടെ nth ടേം ആണെങ്കിൽ ഡിയുടെ കൂടെ എഴുതുന്ന നമ്പർ ഒന്ന് കുറച്ച് എഴുതുക. അതായത് ഇപ്പോൾ 9ാമത്തെ ടേം ആണെങ്കിൽ A9 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം, A പ്ലസ് 8D എന്ന് എഴുതണം അല്ലെ, A പ്ലസ് 8D എന്ന് എഴുതണം. A99ാമത്തെ ടേം ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, A പ്ലസ് 98D എന്ന് എഴുതണം. ഒന്ന് കുറച്ച് ആണ് നമ്മൾ ആ ഒരു ടേം എഴുതുക. അപ്പൊ ഇതാണ് nth ടേം. ഇങ്ങനെ നമുക്ക് എന്ത് എഴുതാം, nth ടേം എഴുതാൻ പറ്റും. ശരിയല്ലേ. ഇനി വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട്. ഈ nth ടേമിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് ഡി കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ n കണ്ടുപിടിക്കാനുള്ള ഫോമുലയൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാട്ടോ ഇതിനകത്ത് തന്നെ. പക്ഷെ അങ്ങനെയൊന്നും ഫോമുലയുടെ ആവശ്യമില്ല. ഇതും തന്നെയായിരിക്കും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ഡി ആ കോമൺ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേമുകളുണ്ട്, എത്ര പദങ്ങളുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ AN മൈനസ് A, പിന്നെ ഇവിടെ ഡി ഡിവൈഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ഈ ടേം നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്തിനു ഉപയോഗിക്കും, nth ടേം കണ്ടുപിടിക്കാനായിട്ട്, n കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഒരൊറ്റ ഫോമിൽ പഠിച്ചാൽ മതി, അതിനകത്ത് തന്നെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇതെല്ലാം. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേമുകൾ, തുടർച്ചയായിട്ടുള്ള 3 പദങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ, A മൈനസ് ഡി ഒന്നാമത്തെ ടേം, അതിന്റെ കൂടെ ഡി കൂട്ടുമ്പോൾ A, പിന്നെ അതിന്റെ കൂടെ ഡി കൂട്ടുമ്പോൾ വീണ്ടും A പ്ലസ് ഡി. ഇങ്ങനെ 3 ടേമുകൾ, തുടർച്ചയായിട്ടുള്ള 3 പദങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. A മൈനസ് ഡി A പ്ലസ് ഡി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ഓക്കെ, A മൈനസ് ഡി A പ്ലസ് ഡി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് എന്തിനാ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ആഡ് ചെയ്യുമ്പോൾ A മൈനസ് ഡി പ്ലസ് A പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൈനസ് ഡി പ്ലസ് ഡി കട്ട് ചെയ്ത് പോയിട്ട് എന്ത് മാത്രം കിട്ടും, A മാത്രം കിട്ടും. അപ്പൊ സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. A കണ്ടുപിടിക്കാനും ഡി കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 ടേമുകൾ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ. ഇനി 4 ടേമുകളാണ് പറഞ്ഞെങ്കിലോ അതെങ്ങനെ എടുക്കണം, A മൈനസ് 3D A മൈനസ് ഡി A പ്ലസ് ഡി A പ്ലസ് 3D, അങ്ങനെ 4 ടേം, തുടർച്ചയായിട്ടുള്ള 4 ടേമുകൾ അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുകയും ചെയ്യും, A മാത്രമായിട്ട് വരും, ഡി ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേമുകൾ എടുക്കാൻ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, 5 ടേമുകൾ എടുക്കാൻ പറഞ്ഞാൽ ഇതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ എടുക്കാം, A മൈനസ് 2D A മൈനസ് ഡി
എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 2d. അതായത് ഒറ്റ സംഖ്യകളായിട്ടുള്ള ടേം വരുമ്പോൾ ഇത്, ഇരട്ട സംഖ്യകളായിട്ടുള്ള ടേം വരുമ്പോൾ ഇത്, അതിന്റെ കൂടെ അവസാനത്തെ ആദ്യത്തെ ആൾക്കാരെ കൂട്ടി 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 എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കൂടുതൽ എന്ത് കിട്ടും, ടേമുകൾ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എ മാത്രമേ കിട്ടുള്ളൂടെ, ഡി ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി ഇത് മാത്രമല്ല, എന്തുണ്ട്, ഇതിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, അതും പഠിക്കണം. സം ടു n ടേംസ് ഓഫ് എൻ എ പിയുടെ n ടേംസ്, ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുല ഉണ്ട്. ഒന്നാമത്തെ ഫോർമുല ഇതാണ്, എന്തായിരുന്നു, Sn ഈക്വൽ ടു n/2, നമ്പർ ഓഫ് ടേംസ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക ടു ഫൈൻഡ് സം ടു n ടേംസ്, Sn. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു ഫോർമുലയും കൂടെ നമ്മൾ ഉപയോഗിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, a പ്ലസ് an. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞ ഫോർമുലയും നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം, ഈ രണ്ട് ടേമുകൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതായത് സം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം, സം ടു n ടേംസ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്തൊക്കെ വേണം, സം ടു n ടേംസ് കണ്ടുപിടിക്കാനായിട്ട് എത്ര ടേമുകൾ n എത്ര ഉണ്ടെന്ന് അറിയണം, പിന്നെ ഫസ്റ്റ് ടേം അറിയണം, ലാസ്റ്റ് ടേം അറിയണം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. എന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സം ടു n ടേംസ് കണ്ടുപിടിക്കാം. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ, ഫോർമുല പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇതൊക്കെ ക്ലിയർ ആണല്ലോ, ഇതിലൊന്നും കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ദെൻ ഇനി ഇതിനകത്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യം, സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ നിങ്ങൾക്ക്. ഇതിനകത്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് അരിത്തമെറ്റിക് മീൻ, ആവറേജ് അല്ലെ. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അരിത്തമെറ്റിക് മീനെ കണ്ടുപിടിക്കാൻ അറിയാം. രണ്ട് നമ്പറുകൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ആ രണ്ട് നമ്പറും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 നമ്പർ തന്നാൽ 3 നമ്പറും കൂട്ടിയിട്ട് 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ അതാ ചെയ്യുക. അതിന്റെയാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പൊ എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ എന്താണ്, a+b/2 ആണ്. ഇനി ഇതും അരിത്തമെറ്റിക് പ്രോഗ്രഷനും തമ്മിലുള്ള കണക്ഷൻ എന്താ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കണക്ഷൻ? ഇപ്പോൾ a, b, c ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AP. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 3 തുടർച്ചയായിട്ടുള്ള പദങ്ങളാണ് a, b, c എങ്കിൽ ആ നടുക്കുള്ള ടേം b എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും, ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേമിന്റെ ആവറേജ് ആയിരിക്കും. b ഈസ് ഈക്വൽ ടു a+c/2 എന്ന് നമുക്ക് എഴുതാം. b എന്തായിരിക്കും, a+c/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ എഴുതാം, നമുക്ക് ഈ 2നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2b സമം a+c എന്ന് എഴുതാം. 2b സമം a+c എന്ന് എഴുതാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനും അരിത്തമെറ്റിക് മീനും തമ്മിലുള്ള കണക്ഷനാണ് ഈ 3 ടേമുകൾ. ഇപ്പൊ a, b, c, r in AP ആണെങ്കിൽ, r in AP അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ഈ നടുക്ക് കിടക്കുന്ന ടേം ആണ് എന്ത്, അരിത്തമെറ്റിക് മീൻ ഓഫ് a and c. എയുടെയും സിയുടെയും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നടുക്ക് കിടക്കുന്ന b എന്ന് പറയുന്ന ടേം. ഓക്കെ, ഇത് അരിത്തമെറ്റിക് മീനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്, പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പുതിയതായിട്ട് ഒന്നും വേണ്ടി നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തിൽ പഠിക്കാൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് പഠിക്കാൻ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ക്ലാസ് കാണുന്ന ആൾക്കാർ, ഡെമോ കാണുന്ന ആളുകളും എല്ലാവരും കമന്റ് ചെയ്യാട്ടോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കണോ, ഞാൻ സംശയങ്ങളില്ലാന്ന് വിചാരിക്കണോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ പറഞ്ഞു, ഇനി എന്ത് പഠിക്കാം, ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിക്കാം. എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഓക്കെയാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എങ്ങനെയാണ് കിട്ടിയത്? ഒരു ഫസ്റ്റ് ടേം ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ അടുത്ത ടേം കിട്ടി, വീണ്ടും പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ അടുത്ത ടേം കിട്ടി, വീണ്ടും അങ്ങനെ പൊതുവ്യത്യാസം കൂട്ടിയാണ് നമുക്ക് പുതിയ ടേമുകൾ കണ്ടുപിടിക്കാൻ പറ്റിയത് അല്ലെ. കൂട്ടിയാണ് നമ്മൾ അത് അവിടെ എഴുതുക. ജോമെട്രിക് പ്രോഗ്രഷൻ സമഗുണിത ശ്രേണി എന്ന മലയാളത്തിൽ പറയും. PSC ജനറൽ പരീക്ഷയ്ക്ക് വരെ ചോദിക്കാറുള്ള ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. AP മാത്രമല്ല, അപ്പൊ GP ചോദിക്കേണ്ട PSC. പക്ഷെ നമുക്ക് GP എന്തായാലും സിലബസിൽ ഉണ്ട് പഠിക്കാനായിട്ട്, വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് സിലബസിൽ. ഇപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫസ്റ്റ് ടേം കാണും, ആ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ റേഷ്യോ r എന്ന് പറയും, അതിനെ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. വീണ്ടും ഈ ARന്റെ കൂടെ ഒരു r കൂടെ ഗുണിച്ചാൽ AR² അടുത്ത ടേം കിട്ടും. വീണ്ടും AR² കൂടെ r ഗുണിച്ചാൽ AR³ എന്ന് പറഞ്ഞാൽ അടുത്ത ടേം കിട്ടും. അങ്ങനെ ഗുണിച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പുതിയ ടേമുകൾ
കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതാം. ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫസ്റ്റ് ടേം എന്ന് പറയാ. ആറിനെയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയാം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആറ് എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എടുക്കുക, അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം എടുക്കുക, അല്ലെങ്കിൽ nth ടേം ബൈ n-1th ടേം എടുക്കുക. തൊട്ട് മുമ്പത്തെ ടേം ബൈ അതിന്റെ പുറകിൽ ആദ്യം വന്ന ടേം ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ റേഷ്യോ കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജോമെട്രിക് പ്രോഗ്രഷനിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ജോമെട്രിക് പ്രോഗ്രഷനിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ 1, 2, 4, 8, 16 ഇതെന്താണ്? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലെ? ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആവാനുള്ള കാരണം എന്താ? ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണ്. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 6 കണ്ടുപിടിക്കാൻ നിങ്ങൾ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എടുത്താൽ മതി. 6 എത്രയായിരിക്കും? 2 ആയിരിക്കും. അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ തേർഡ് ബൈ സെക്കൻഡ് എടുത്ത് നോക്കിയേ. തേർഡ് ടേം 4 ആണ്, ബൈ സെക്കൻഡ് ടേം എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടും അല്ലെ? ഇനി ഫിഫ്ത്ത് ടേം ബൈ ഫോർത്ത് ടേം നോക്കൂ, 16 ബൈ 8 അവിടെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. അപ്പൊ 2 ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ റേഷ്യോ ഇസ് 2. ശരിയല്ലേ? ഇങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ആ ജോമെട്രിക് പ്രോഗ്രഷൻ നേരത്തെ നമ്മൾ കണ്ടു, ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ഇത് ഫോർത്ത് ടേം ആണ്. നോക്കൂ, ഫസ്റ്റ് ടേമിൽ 6 ഇല്ല, സെക്കൻഡ് ടേമിൽ AR ഉണ്ട്, 6ന്റെ പവർ 1 ആയിരുന്നു. തേർഡ് ടേമിൽ AR² ഉണ്ട്, 6ന്റെ പവർ 2 ആയിരുന്നു. ഫോർത്ത് ടേമിൽ AR³ ഉണ്ട്, 6ന്റെ പവർ 3 ആണ്. ഫിഫ്ത്ത് ടേമിൽ AR⁴ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ nth ടേമിൽ AR⁻n-1 ആയിരിക്കും ഇവിടുത്തെ nth ടേം കേട്ടോ. AR⁻n-1, AR⁻n അല്ല, AR⁻n-1. ഓക്കെ, കറക്റ്റ് ചെയ്ത് എഴുതണേ. AR⁻n-1, AN is equal to AR⁻n-1 ആയിരിക്കും ഇവിടുത്തെ n-ാം പദം, nth ടേം. ഈ PDF നിങ്ങൾക്ക് അവൈലബിൾ ആവട്ടോ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. PDF-ന്റെ ഒരു ഫോൾഡറിൽ നിങ്ങൾ നോക്കിയാൽ മതി. ക്ലാസ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, റൈറ്റ്. ദെൻ അപ്പൊ ഇങ്ങനെ നമുക്ക് nth ടേം കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? nth ടേം കിട്ടിയാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇവിടുന്ന് 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് A/R, AR 3 ടേമുകൾ തുടർച്ചയായിട്ടുള്ള 3 പദങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ A/R എടുക്കുക, A എടുക്കുക, AR എടുക്കുക. ഓക്കെ, 3 തുടർച്ചയായിട്ടുള്ള ടേമുകൾ എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇത് തന്നെ 4 തുടർച്ചയായിട്ടുള്ള ടേമുകൾ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുത്താൽ മതി? A/R², അടുത്തത് A/R³ ഇൻഫാക്ട് A/R³ പിന്നെ R² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A/R, പിന്നെ AR, അടുത്തത് AR³. ഇങ്ങനെ ആയിരിക്കും തുടർച്ചയായിട്ടുള്ള 4 ടേമുകൾ എടുക്കാൻ പറഞ്ഞാൽ. ഇത് ഗുണിക്കുമ്പോൾ എന്ത് പോകണം? 6 ഒക്കെ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് A കിട്ടണം. അതിനുവേണ്ടി അങ്ങനെ എടുക്കുന്നത് കേട്ടോ. 5 ടേമുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു A/R² എടുക്കുക, A/R എടുക്കുക, AR, AR² എടുക്കുക, അങ്ങനെ എടുത്താൽ മതി. ഇത് ഓരോ ടേമിന് ഇങ്ങനെ എടുക്കുക, അതിന്റെ കൂടെ അപ്പുറം ആഡ് ചെയ്ത് പോവുക. ഈവൻ ടേം ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഈവൻ അങ്ങനെ അധികം വരാറില്ല എന്നാലും. അപ്പോ ഇതാണ് ജോമെട്രിക് പ്രോഗ്രഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് പഠിക്കണം? ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ ഇപ്പോൾ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതുക? A10 എന്ന് എഴുതും. A10 എന്ന് പറഞ്ഞാൽ എന്താ? AR⁻10-1 9 എന്നാണ് എഴുതുക അല്ലെ? 9 ആണ് വരിക കേട്ടോ ടേം കണ്ടുപിടിക്കാൻ. 9th ടേം ഉപയോഗിച്ചിട്ടേ. ഇപ്പൊ A100 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? A100 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ AR⁻99 ഈ ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇതിന്റെ സം ആണ്. സം ടു n ടേംസ് ഓഫ് എ GP. ജോമെട്രിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക. ജോമെട്രിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? SN എന്ന് പറഞ്ഞ ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതിൽ 2 ഫോമുല ഉണ്ട്, ശ്രദ്ധിക്കുക. ഏതൊക്കെയാ 2 ഫോമുല? ഒന്ന് A into R⁻n-1 by R-1 എന്ന ഫോമുല നമ്മൾ ഉപയോഗിക്കും. ഇത് എപ്പോഴാണ് ഉപയോഗിക്കണേ?
വെൻ ആർ ഇസ് ഗ്രേറ്റർ ദാൻ 1. നമ്മുടെ കോമൺ റേഷ്യോ ആയിട്ടുള്ള ആർ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് സം ടു എൻ ടേംസ് കണ്ടുപിടിക്കാൻ SN ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു N മൈനസ് 1 ബൈ ആർ മൈനസ് 1. ഓക്കെ, ഇനി ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ, ആർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ, ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് SN സമം A ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു N ബൈ 1 മൈനസ് ആർ. ആലോചിക്കുക, എത്രയും ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആർ മൈനസ് 1 ആണ് എടുക്കുക, ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് ആർ ആണ് എടുക്കുക. 1നേക്കാൾ വലുതാണെങ്കിൽ 6 1 കുറയ്ക്കും, 1നേക്കാൾ ചെറുതാണെങ്കിൽ 1 6 കുറയ്ക്കും. അത്രയും ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ അപ്പോൾ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എന്തായിരിക്കും, എ എ എ എ എന്ന് മാത്രമേ വരുള്ളൂ അല്ലേ. അപ്പൊ സം ടു എൻ ടേംസ് കണ്ടുപിടിക്കാനായിട്ട്, SN കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എക്സെട്ര എൻ ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ ആണ് വരിക അല്ലേ. ആർ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ കേട്ടോ അങ്ങനെ ജോമെട്രിക് പ്രോഗ്രഷൻ വരില്ല. ആർ ഈക്വൽ ടു 1 ആയിട്ട് കേസിൽ ജോമെട്രിക് പ്രോഗ്രഷൻ ആവില്ല പ്രോഗ്രഷൻ അല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ അത്രേ ഉള്ളൂ. അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷന്റെ സം ടു എൻ ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഈ രണ്ടെണ്ണം. ഓർത്ത് വെച്ചോളൂ. SN ഈക്വൽ ടു A ഇൻറ്റു ആർ റേസ് ടു N മൈനസ് 1 ബൈ ആർ മൈനസ് 1 ആൻഡ് SN ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു N ബൈ 1 മൈനസ് ആർ. ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്യും. പേടിക്കണ്ട, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇനി നോക്കുക, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സം ടു ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് എ GP. അതായത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ AR സ്ക്വയർ എക്സെട്ര AR റേസ് ടു N മൈനസ് 1, ഇത് എത്ര ടേമുകൾ ഉണ്ട്? N ടേംസ് ഉള്ള ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. ഇത് N ടേംസ് ഉള്ള ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇതിനെ നമ്മൾ ഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഫൈനൈറ്റ് സീരീസ് അല്ലെങ്കിൽ ഫൈനൈറ്റ് സീക്വൻസ് എന്നൊക്കെ പറയും. ഫൈനൈറ്റ് GP എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഇനി ചില കേസുകളിൽ നമുക്ക് GP കാണാൻ പറ്റും, അതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ടാവും. ഇപ്പൊ AR സ്ക്വയർ എക്സെട്ര AR റേസ് ടു N മൈനസ് 1, അടുത്തത് AR റേസ് ടു N എക്സെട്ര. അങ്ങനെ ഇഷ്ടംപോലെ ടേംസ്, അവസാനിക്കാത്ത അത്രയും നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയാം, ഇൻഫൈനൈറ്റ് GP. ആ ഇൻഫൈനൈറ്റ് GP വരുമ്പോൾ അതിനകത്ത് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഇൻഫൈനൈറ്റ് GPക്ക് ഒന്നും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില ഇൻഫൈനൈറ്റ് GPകൾക്ക് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഇൻഫൈനൈറ്റ് GPക്കാണ് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുക നോക്കൂ. ഈ കാണുന്ന ഇൻഫൈനൈറ്റ് GPക്കാണ് നിങ്ങൾക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുക. ആറ് മോഡുലസ് ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിട്ട് വരുന്ന ജോമെട്രിക് പ്രോഗ്രഷൻ. ആറ് കോമൺ റേഷ്യോ 1നേക്കാൾ ചെറുത്, മൈനസ് 1നേക്കാൾ വലുതും 1നേക്കാളും ചെറുതും, മൈനസ് 1ന്റെയും പ്ലസ് 1ന്റെയും ഇടയിലാണ് 6 എങ്കിൽ, അതായത് മോഡുലസ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A ബൈ 1 മൈനസ് ആർ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷൻ ഇതാണെന്ന് വിചാരിക്കും. 1 ബൈ 2, 1 by 4, 1 by 8, 1 by 16, എക്സെട്ര. ഇതാണ് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വിചാരിക്കും. ഈ ജോമെട്രിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. R എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 1 by 2 by 1 എന്ത് കിട്ടും നമുക്ക്, 1 by 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ കോമൺ റേഷ്യോ 1 by 2 ആണ്. ഇതെന്താ, ലെസ് ദാൻ 1 അല്ലേ, 1നേക്കാൾ ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സം ടു ഇൻഫിനിറ്റി SN കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഫൈനൈറ്റ് ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറ്റും SN. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ, A ബൈ 1 മൈനസ് R ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ 1 ആണ്, ബൈ 1 മൈനസ് R 1 by 2 അല്ലെ. അപ്പൊ 1 ബൈ 1 മൈനസ് 1 by 2, ഒന്നിൽ നിന്നും അര കുറച്ച് എത്രയാ, അരയല്ലേ. 1 മൈനസ് 1 by 2, 1 by 2. അപ്പൊ 1 by 1 by 2 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ ഈ 2 മുകളിലോട്ട് പോകും. അപ്പൊ ആൻസർ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇവിടുത്തെ സം എന്താണ്, 2 ആണ്. 1 പ്ലസ് 1 by 2 പ്ലസ് 1 by 4 പ്ലസ് 1 by 8 പ്ലസ് 1 by 16, അതിന്റെ സമ്മ് 2 ആണ്, ഇൻഫൈനൈറ്റ് ടേംസ്. ഓക്കെ, പക്ഷെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ 2, 4, 8, 16 എക്സെട്ര ഇങ്ങനെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ വന്നു വിചാരിക്കും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്, കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 4 by 2 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതിനെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുമോ, പറ്റില്ല. ഇങ്ങനത്തെ ടേമുകൾക്ക് സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ. ആറിന്റെ വാല്യൂ 1നേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, സമ്മ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷനിൽ ആറിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, സമ്മ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.
ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇൻഫൈനൈറ്റ് ടേംസിന്റെ സമ്മം നമ്മൾ പഠിച്ചു. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ മോഡ് r ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? -1 ലെസ് ദാൻ r ലെസ് ദാൻ 1. ഒന്നിന്റെയും -1ന്റെയും ഇടയിൽ വരുന്ന ആറുകൾക്കൊക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സമ്മ് കണ്ടുപിടിക്കാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. യെസ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ അരിത്തമെറ്റിക് മീൻ പഠിച്ച പോലെ ഇവിടെ എന്ത് പഠിക്കണം? ജോമെട്രിക് മീനും കൂടെ പഠിക്കണം. ജോമെട്രിക് മീൻ നോക്കുക, രണ്ട് നമ്പറുകൾ എയും ബിയും തന്നാൽ ആ രണ്ട് നമ്പറുകളുടെയും ജോമെട്രിക് മീൻ നമ്മൾ റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും. റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞ ഫോമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? രണ്ട് നമ്പറുകളുടെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കും. ഓക്കെ, ശരിയല്ലേ? ഇനി അതും ജോമെട്രിക് പ്രോഗ്രഷനും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഈ ജോമെട്രിക് മീനും ജോമെട്രിക് പ്രോഗ്രഷനും തമ്മിലുള്ള കണക്ഷൻ എന്താ? അത് പ്രത്യേകം നോക്കണം. എന്താണ് കണക്ഷൻ? ഇപ്പൊ ജോമെട്രിക് പ്രോഗ്രഷനിലെ 3 നമ്പറുകളാണ് എ ബി സി എങ്കിൽ, തുടർച്ചയായിട്ടുള്ള 3 നമ്പറുകളാണ് ജോമെട്രിക് പ്രോഗ്രഷനിലെ എ ബി സി എങ്കിൽ, അതിലെ നടുക്കിലത്തെ ടേം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് സി ആയിരിക്കും. എയുടെയും സിയുടെയും അരിത്തമെറ്റിക് മീൻ റൂട്ട് ഓഫ് എ സി എന്നാണ്. സോറി, അരിത്തമെറ്റിക് മീൻ അല്ല, ജോമെട്രിക് മീൻ. ഇല്ല, ജോമെട്രിക് മീൻ ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം ആയിരിക്കും. അതായത് ബി ഈസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് സി. ബി എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് സി ആയിരിക്കും. ഇതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ബി സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? നമുക്കിവിടെ എ സി കിട്ടും അല്ലെ? ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് എഴുതാറുണ്ട് കേട്ടോ. അപ്പൊ നടുക്ക് കിടക്കുന്ന ടേമിന്റെ സ്ക്വയർ ആണ് ആദ്യത്തേതിന്റെയും അവസാനത്തതിന്റെയും പ്രോഡക്റ്റ്. ആദ്യത്തേതിന്റെയും അവസാനത്തതിന്റെയും പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലെ? ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? യെസ്, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനകത്ത് പഠിക്കാനുള്ളത്? അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീനകത്ത് പഠിക്കാനുള്ളത്. തൽക്കാലത്തേക്ക് അത്രയും മതി. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കൂ, ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, question number 1, if the 30th term of an arithmetic progression 10, 7, 4 is, 30ാമത്തെ പദം എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 30ാമത്തെ പദം എന്ത് എന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ആൻസേഴ്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ടേമുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ 10, 7, 4 എക്സെട്ര അങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ചെറുതൊന്നും കൊണ്ട് എഴുതരുത്, ആദ്യത്തെ ടേം തന്നെ ഫസ്റ്റ് ടേം ആയിട്ട് എഴുതുക കേട്ടോ. 10. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അതുകൊണ്ട് തന്നെ 7 - 10 -3 എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A30 ആണ് അല്ലെ? എന്താ ഫോർമുല? A + 30 - 1 × D ആണ് ഫോർമുല. ശരിയല്ലേ? ദാറ്റ് ഈസ് A എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. പിന്നെ 30 - 1 എന്ന് പറഞ്ഞാൽ 29 എന്ന് കിട്ടും. ഇൻറ്റു ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് -3 അല്ലെ? എന്തായിരിക്കും ആൻസർ കിട്ടുക? 29 × 3 87 അല്ലെ? -87 വരും. 10 - 87 -77 ആണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെ? ഇങ്ങനെ ഫോമുലൊക്കെ എഴുതി വലിച്ചു വാരി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നോക്കി തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അല്ലെ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 3, 8, 13, 18 എക്സെട്ര ഈസ് 78? ഇതൊക്കെ PSCയുടെ ചോദ്യങ്ങളാണ് കേട്ടോ. 3, 8, 13, 18ന്റെ എത്രാമത്തെ ടേം ആണ് 78 എന്നാണ് ചോദ്യം. അപ്പൊ നോക്കൂ, 3, 8, 13, 18 എക്സെട്ര. ഫസ്റ്റ് ടേം ഇവിടെ 3 ആണ്. കോമൺ ഡിഫറൻസ് വരുന്നുണ്ടോ നോക്കാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് തേർഡ് ടേം എടുത്ത് നോക്കുക. 5 കിട്ടുന്നുണ്ട്.
കറക്റ്റ് തന്നെയാണോ എന്ന് അറിയാൻ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം കൂടെ നോക്കിക്കോളൂ. 8 5 13 അല്ലെ, വീണ്ടും 5 തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ തന്നെയായിരിക്കും. സീക്വൻസ് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഏത് ടൈപ്പ് സീക്വൻസ് ആണെന്ന് പറയാത്തത് കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 78 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. an എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ് നമ്മൾ ഫോർമുല പഠിച്ചത് അല്ലെ. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് n കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്നിന് മാത്രമായിട്ട് നമ്മളൊരു ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടെങ്കിൽ അതും ചെയ്താൽ മതി. n is equal to an മൈനസ് a ബൈ ഡി പ്ലസ് 1 ഇങ്ങനെ എടുത്താലും മതി കേട്ടോ, ഇങ്ങനെ എടുത്താലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 78 ആണ് nth ടേം, ഈക്വൽ ടു a ആണ് 3 പ്ലസ് n മൈനസ് 1 എത്രയാണ് നമുക്ക് അറിയില്ല, n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 5 അല്ലെ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 78 മൈനസ് 3 75, ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 5 ഈക്വൽ ടു n മൈനസ് 1 അല്ലെ. എങ്ങനെ ചെയ്താലും മതി, അതിൽ കുഴപ്പമൊന്നുമില്ല. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇന്നത് തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോ എന്ത് കിട്ടും, 75 ബൈ 5 എന്ന് പറഞ്ഞാൽ 16 അല്ലെ, സോറി 15. 15 സമം n മൈനസ് 1. ഒന്നും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 15 പ്ലസ് 1 സമം n. n എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് 16 എന്ന് കിട്ടും. ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരിട്ട് എഴുതാം, 78 മൈനസ് 3 ബൈ 5 പ്ലസ് 1. 78 മൈനസ് 3 75 ബൈ 5 15 പ്ലസ് 1 16. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ, ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓപ്ഷൻ സി ആണ് വൺസ് അഗെയിൻ ഇതിന്റെ ആൻസർ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കണു. എളുപ്പമാണ് ചെയ്യാൻ അല്ലെ, അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. The sixth term of the sequence 3 1 1/3 എക്സെട്ര അങ്ങനെ പോകുന്ന ആ സീക്വൻസിന്റെ 6th ടേം 6ാമത്തെ പദം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ഇങ്ങനത്തെ സീക്വൻസ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എഴുതാൻ തുടങ്ങുക കേട്ടോ. അപ്പൊ ആദ്യം കൺഫേം ചെയ്യാൻ, ഇതിപ്പോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്. കോമൺ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 3 -2 എന്നാ വരിക. വീണ്ടും ഇവിടെ അതിന്റെ കൂടെ ഈ 1ന്റെ കൂടെ -2 കൂട്ടിയാൽ 1/3 അല്ല കിട്ടുന്നത്. അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും ഇത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ എന്ന് അറിയാനായിട്ട് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എടുത്ത് നോക്കുക. അപ്പൊ എന്ത് വരും, 1/3 എന്ന് വരും. ഇനി തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം എടുത്ത് നോക്കിക്കോളൂ, a3 ബൈ a2 എടുത്ത് നോക്കൂ, അതെന്താ കിട്ടുക, a3 പറഞ്ഞാൽ 1/3 ബൈ 1, അതും എഗെയിൻ എന്താണ് 1/3 ആണ് അല്ലെ. അപ്പൊ കോമൺ റേഷ്യോ 1/3 ആണ്, കറക്റ്റ് ആണ്. 6 വന്നിട്ടുണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് മനസ്സിലായി. 6th ടേം a6 എങ്ങനെ കണ്ടുപിടിക്കണ്ടേ, ar⁵5 എന്ന് എഴുതണം. a എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 ഇൻറ്റു 1/3 ആണ് 6⁵5. ഇങ്ങനെ എഴുതാം, 3 ഇൻറ്റു 1/3⁵5. ഒരു 3 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 4 എന്ന് വരും. 1/3⁴. 1/3⁴ 1/81 എന്ന് കിട്ടും അല്ലെ. എഗെയിൻ ഓപ്ഷൻ സി, എല്ലാ ഓപ്ഷൻ സി ആണല്ലോ ആൻസർ അല്ലെ. ഇതിന്റെ ആൻസറും ഓപ്ഷൻ സി ആയിട്ടാണ് വരുന്നത് അല്ലെ. കറക്റ്റ്, ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 3⁴ 3ന്റെ സ്ക്വയർ 9, 3ന്റെ ക്യൂബ് 27, 3⁴4 27 ഇൻറ്റു 3 81. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം നോക്കൂ. 3 numbers are in arithmetic progression. 3 നമ്പറുകൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. Their sum is 21. അവയുടെ തുക 21 ആണ്. And the product of first number and the third number, ആദ്യത്തെ ടേമിന്റെയും അവസാനത്തെ ടേമിന്റെയും, 3 നമ്പറുകളിൽ ഫസ്റ്റ് ടേമിന്റെയും തേർഡ് ടേമിന്റെയും പ്രോഡക്റ്റ് 45 ആണ്. Then the product of these 3 numbers, ഈ 3 നമ്പറുകളുടെ ഗുണനഫലം എന്താണ്, പ്രോഡക്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും 3 ടേമുകളുടെയും ഗുണനഫലം? എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് എഴുതാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ തുടർച്ചയായ 3 ടേമുകൾ എങ്ങനെ എഴുതാം നമുക്ക്? a മൈനസ് d, a പ്ലസ് d എന്ന് എഴുതാം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലെ.
3 terms in arithmetic progression. ഇനി ഇതിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കൂട്ടി നോക്കിക്കോളൂ. എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് എ പ്ലസ് ഡി 3 ടേമുകളും കൂട്ടിയാൽ 21 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഈ മൈനസ് ഡിയും പ്ലസ് ഡിയും നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം. ബാക്കി വരിക എ പ്ലസ് എ പ്ലസ് എ 3a എന്ന് പറയുന്നത് 21. എ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായി? 21/3 7 എന്ന് കിട്ടി അല്ലെ. അപ്പൊ എയുടെ വാല്യൂ 7 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി ഡി കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ആദ്യം നമുക്ക് ഡി കണ്ടുപിടിക്കാനാണ് തോന്നുക. ആ വഴിക്കൊന്നും നമ്മൾ പോകണ്ട. സിമ്പിൾ ആണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ആദ്യത്തെ ടേമിന്റെയും അവസാനത്തെ ടേമിന്റെയും പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി തന്നിട്ടുണ്ട്. അതെത്രയാ? 45 അല്ലെ. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? ഇതിന്റെ പ്രോഡക്റ്റ് ഓഫ് ദീസ് 3 ടേംസ്. ഈ 3 ടേമുകളുടെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മള് എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി ഇൻറ്റു എ അല്ലെ. എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി 45 ഇൻറ്റു എ നമ്മൾ കണ്ടുപിടിച്ചു 7 അല്ലെ. 45 ഇൻറ്റു 7 315 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. 45 ഇൻറ്റു 7 315. 45 ഇൻറ്റു 7 315 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഡി ഒന്നും കണ്ടുപിടിക്കേണ്ട നമ്മൾ കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. പി എസ് സിയുടെ തന്നെ ചോദ്യങ്ങളാണ് കേട്ടോ. പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും HSAക്കും ഒക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കൂ. 5ാമത്തെ ചോദ്യം. ഇഫ് a plus 1 2a plus 1 4a minus 1 are in arithmetic progression, then the value of a is. എയുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. എ എന്താണ്? ഈ 4 ടേമുകളും ഈ 3 ടേമുകളും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ത് പറയാം നമുക്ക് എ കണ്ടുപിടിക്കാനായിട്ട്? കോമൺ ഡിഫറൻസ് എടുക്കാം അല്ലെ. കോമൺ ഡിഫറൻസുകൾ എടുക്കാം. ഈക്വൽ ആക്കി എടുത്താൽ നമുക്കത് സോൾവ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എടുക്കാം അല്ലെ. അരിത്തമെറ്റിക് മീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എ ബി സി ആർ ഇൻ എ പി ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ബി ഈക്വൽ ടു എ പ്ലസ് സി എന്ന് എഴുതാം. അല്ലെങ്കിൽ 2b ഈക്വൽ ടു എ പ്ലസ് സി എന്ന് എഴുതാം അല്ലെ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 2 ടൈംസ് ബി എ പ്ലസ് ബി 2a പ്ലസ് 1 ഈക്വൽ ടു ഇതെന്ന് എഴുതണം എ പ്ലസ് സി. അപ്പോൾ എ പ്ലസ് 1 പ്ലസ് 4a മൈനസ് 1 അല്ലെ. ഇത് സിംപ്ലിഫൈ ചെയ്തോളൂ. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 5a പ്ലസും മൈനസും ക്യാൻസൽ ആയി പോകും. അപ്പൊ 5a എന്ന് കിട്ടും അല്ലെ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 4a പ്ലസ് 2 എന്ന് കിട്ടും. ഈ 4a ഇങ്ങോട്ട് കൊണ്ടുപോകാം. a ഈക്വൽ ടു 2 ഈക്വൽ ടു 5a മൈനസ് 4a. എ എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 2 എന്ന് കിട്ടി. എയുടെ വാല്യൂ എന്ന് വരും? 2 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ഉത്തരം. ശരിയല്ലേ? ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ് ചെയ്യാൻ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. സം ഓഫ് ഓഡ് ഇൻഡിജേഴ്സ് ഫ്രം 1 to 2001. 1 മുതൽ 2001 വരെ 2001 വരെയുള്ള നമ്പറുകളുടെ തുക എന്താണെന്ന് കണ്ടുപിടിക്കുക. 1 മുതൽ 2001 വരെയുള്ള സംഖ്യകളുടെ തുക എന്താണെന്ന് കണ്ടുപിടിക്കുക. എത്രയായിരിക്കും അത്? ഓഡ് ഇൻഡിജേഴ്സ് ആണ് കേട്ടോ. ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം 1 to 2001. സിമ്പിൾ ആണ്, എഴുതാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. എങ്ങനെ എഴുതേണ്ടത്? ഇതിപ്പോ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനറൽ PSC പഠിക്കുന്ന ഫോർമുല ഉണ്ട്, അത് ഉപയോഗിക്കാം അല്ലെ. പല മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ചത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടേം 1, അത് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ് അല്ലെ. ലാസ്റ്റ് ടേം 2001, അതും ഒറ്റ സംഖ്യയാണല്ലോ. അതെ, അതും ഒറ്റ സംഖ്യയാണ്. ഇനി ഇതിന്റെ തുക കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ. തുക കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് എത്ര ടേമുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. വേണ്ടേ? എത്ര ടേമുകൾ ഉണ്ടാവും ഇതില്? ഓഡ് നമ്പറുകൾ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ.
1 മുതൽ 2001 വരെ എത്ര ടേമുകൾ ഉണ്ടാവും? അതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ? എത്ര ടേമുകൾ ഉണ്ട് നോക്കാനായിട്ട് ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ എഴുതാം. ഇത് ഫസ്റ്റ് ടേം, ഇത് an അല്ലേ, ലാസ്റ്റ് ടേം. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ 2 കൂട്ടണം അല്ലെ, 1 കൂടെ 2 കൂട്ടിയാലാണ് ഒറ്റ സംഖ്യ കിട്ടുക. അപ്പൊ കോമൺ ഡിഫറൻസ് d 2. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n ആണ്. n കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യും നമ്മൾ? n is equal to an. ഇത്രയൊന്നും ചെയ്യണ്ട, അതല്ലാണ്ട് ചെയ്യാൻ പറ്റും നോക്ക്. an minus a1 a by d plus 1 ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാൽ 2001 മൈനസ് 1 ബൈ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 2000 ബൈ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1001 അല്ലെ, 1001 ഇങ്ങനെ കിട്ടും. ഇങ്ങനെ അല്ലാണ്ട് തുടർച്ചയായിട്ടുള്ള ടേമുകളാണെങ്കിൽ അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് 2001 ബൈ 2 ചെയ്താൽ മതി. ആദ്യത്തെ ടേം പ്ലസ് അവസാനത്തെ ടേം ബൈ 2 ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 2002 ബൈ 2 എത്ര? 1001 അല്ലെ. ആകെ ഇവിടെ എത്ര ടേമുകളുണ്ട്? 1001 ടേമുകളുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി? ഓഡ് സംഖ്യകളാ. ആദ്യത്തെ 1001 ഓഡ് നമ്പറുകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തെടുത്താൽ മതി? n സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിൽ എടുത്താൽ മതി അല്ലേ. n സ്ക്വയർ എന്ത് കിട്ടും? 1001ന്റെ സ്ക്വയർ. 1001ന്റെ സ്ക്വയർ ശരിയല്ലേ. സം ഓഫ് ഫസ്റ്റ് n ഓഡ് ഇൻഡിജേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് ഇൻഡിജേഴ്സ് n സ്ക്വയർ. അപ്പൊ എണ്ണം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഒന്നാണ്, സെയിം ആണെങ്കിൽ 1 പ്ലസ് ആദ്യത്തെ ടേം പ്ലസ് അവസാനത്തെ ടേം ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒബിയസ്ലി എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും. 1 മുതൽ 2001 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്നാ. 1 മുതൽ 2001 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഒന്നാമത്തെയും ഒറ്റ സംഖ്യയാണ്, അവസാനത്തെയും ഒറ്റ സംഖ്യയാണ് അല്ലെ. അപ്പൊ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാവും? അതിന്റെ പകുതി 2001 പ്ലസ് 1 2002 ബൈ 2. അപ്പോൾ 1001 ഒറ്റ സംഖ്യകൾ ഉണ്ടാവും. എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും ഇതിനകത്ത്? എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും 1 മുതൽ 2001 വരെ? ഒറ്റ സംഖ്യയുടെ എണ്ണമാണ് എപ്പോഴും കൂടി നിൽക്കുക, ഇരട്ട സംഖ്യകൾ കുറഞ്ഞു നിൽക്കും. അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവുള്ളൂ? ഇതിൽ 1001 ഒറ്റ സംഖ്യകളും 1000 ഇരട്ട സംഖ്യകളുമാണ് ഉണ്ടാവുക കേട്ടോ. അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൃത്യമായിട്ട് പറയാം, കാരണം ഒറ്റ സംഖ്യയാണ് ആദ്യം വരിക അല്ലേ. അതുകൊണ്ട് അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഉപയോഗിച്ച് ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. അടുത്തത്, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 1001ന്റെ സ്ക്വയർ, ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം. In an arithmetic progression, if the kth term is 5k plus 1, then the sum of the first 100 terms is. നോക്കൂ, kth ടേം 5k plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ 100 ടേമുകളുടെ തുക എന്താണെന്നാണ് ചോദിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് 100 ടേംസ്. എളുപ്പ ചെയ്യാം അല്ലെ. ഓപ്ഷൻസ് വരുന്നത് 50 × 507, 51 × 506, 50 × 506, 51 × 507. ഏതായിരിക്കും ആൻസർ? ഇവിടെ kth ടേമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. nth ടേം ഒക്കെ പറയുന്ന പോലെ ak തന്നിട്ടുണ്ട്, അത് 5k plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ടേം നോക്കിയിടും, k 1 കൊടുത്താൽ പോരെ. 5 × 1 + 1 എന്ന് പറഞ്ഞാൽ 5 + 1 6. 100 ടേംസിന്റെ സമ, അപ്പൊ 100 എത്രയാ? 5 × 100 + 1, 500 + 1 501 അല്ലെ. ഇത്ര ഉണ്ടാവുക. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? S100. എങ്ങനെ കണ്ടുപിടിക്കും? 100/2 × a1 + a100 ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ×
6 പ്ലസ് 501 എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 507. 50 ഇൻറ്റു 507 ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. 50 ഇൻറ്റു 507. 50 ഇൻറ്റു 507. ശരിയല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എളുപ്പം ചെയ്യാൻ പറ്റും. അടുത്തത് 8ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. In an arithmetic progression, 24th term is 100. Then the sum of the first 47 terms of the AP. 24ാമത്തെ ടേം 100 ആണ്. 24ാമത്തെ ടേം 100 ആണ്. അങ്ങനെയാണെങ്കിൽ 47 ടേമുകളുടെ തുക എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് 47 ടേമുകളുടെ തുക. ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. നോക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 24ാമത്തെ പദം A24 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? A+23D എന്ന് എഴുതും. അത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് 47 ടേമുകളുടെ തുകയാണ്. S47 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതെങ്ങനെ എഴുതും നമ്മൾ? 47/2 ഇൻറ്റു 2A പ്ലസ് 47 മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ? n-1 ഇൻറ്റു ഡി ഇങ്ങനെ എഴുതും. ശരിയല്ലേ? 47/2 ഇൻറ്റു ഇവിടെ നിന്ന് ഞാൻ എഴുതുകയാണ് 2A പ്ലസ് 46D ഇങ്ങനെ എഴുതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 47/2. ഇവിടെ നിന്ന് ഞാൻ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണേ. ഇൻറ്റു 2 ഇൻറ്റു 2 ഇവിടുന്ന് പോയാൽ ഇവിടെ A വരും. 46 2 പോയാൽ 23 വരും അല്ലേ? 23D. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാലോ. ഈ രണ്ടും കട്ട് ചെയ്ത് കളയാൻ ബാലൻസ് വരിക 47 ഇൻറ്റു A+23D. A+23D എന്താ? 100. ശരിയല്ലേ? അപ്പൊ എന്താ ആൻസർ വരും നോക്കിയേ? 47 ഇൻറ്റു 100 എന്ന ആൻസർ വരും 4700. 4700 ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. എളുപ്പമല്ലേ? ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. 9ാമത്തെ ചോദ്യം. If 7 times the 7th term of an AP is equal to 11 times the 11th term, then its 18th term will be. PSCയുടെ തന്നെ ചോദ്യമാണ് കേട്ടോ. 7ാമത്തെ ടേമിന്റെ 7 മടങ്ങ് 11ാമത്തെ ടേമിന്റെ 11 മടങ്ങിനോട് ഈക്വൽ ആണെങ്കിൽ 18ാമത്തെ ടേം എന്താണ്? അടിപൊളി ചോദ്യം അല്ലെ? 7 times the 7th term A7 is equal to 11 times the 11th term A11. അങ്ങനെയാണെങ്കിൽ A18 എന്ത് എന്നാണ് ചോദ്യം. എങ്ങനെ എഴുതാൻ പറ്റും നോക്കി നോക്കിയേ. A18 എന്താ നമുക്ക് ആദ്യമേ തീരുമാനിക്കാം. A18 എന്ന് പറഞ്ഞാൽ എന്താ? A+17D. ഇതാണ് A18. ശരിയല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഓരോന്നോരോന്നിട്ട് എഴുതാം. 7 ഇൻറ്റു A7 എന്ന് പറഞ്ഞാൽ ആരാ? A+6D ഈക്വൽ ടു 11 ഇൻറ്റു A11 എന്ന് പറഞ്ഞാൽ ആരാ? A+10D അല്ലേ? ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കി നോക്കിയേ. 7A പ്ലസ് 42D സമം 11A പ്ലസ് 110D അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കിയപ്പോൾ ഇതിനകത്ത്
ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതിനെങ്ങോട്ട് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ ഇതിനെങ്ങോട്ടും വലുത് എവിടെ നിർത്താം? ഒരു സൈഡിൽ വലുത് നിർത്താം അല്ലേ? അപ്പോൾ രണ്ടിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സുഖമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കിയെടുക്കാം. ഓരോന്നോരോന്ന് നോക്കിയെടുക്കാം, സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 7a മൈനസ് 11a എന്ന് പറയുന്നത് 110d മൈനസ് 42d ആവും അല്ലേ? ഇങ്ങനെയാണ് കിട്ടുക, ശരിയല്ലേ? ഇനി 7 മൈനസ് 11 എന്ന് പറഞ്ഞാൽ മൈനസ് 4a എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടും? 110 മൈനസ് 42 68d എന്ന് കിട്ടും അല്ലേ? അപ്പോ ഫ്രം ദിസ് ഇവിടുന്ന് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? ഇതിവിടെ ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 68 ബൈ മൈനസ് 4d എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഫ്രം ദിസ് ഇത് മൈനസ് 17d എന്ന് കിട്ടും. മൈനസ് 17d, ശരിയല്ലേ? മൈനസ് 17d ആണ് എന്ത്? എ. അത് തിരിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എയുടെ വാല്യൂ മൈനസ് 17d കൊടുത്താൽ ഈ ഒരു ഇക്വേഷൻ എന്ത് വരും? മൈനസ് 17d പ്ലസ് 17d. ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. A18 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 0 ആയിരിക്കും. A18 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 0 ആയിരിക്കും. അത് തന്നെ, അതെ, യെസ്, ശരിയാണ്. അതെ, അങ്ങനെ എഴുതാം. 4a പ്ലസ് 68d ഈക്വൾ ടു 0. അതിനെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a പ്ലസ് 17d ഈക്വൾ ടു 0. അങ്ങനെ കിട്ടും. രണ്ട് രീതിയിൽ എഴുതാം, എങ്ങനെയാണെങ്കിലും എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം നോക്കൂ. 10. If the third term of an AP is 12 and the 7th term is 24, then 10th term is. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 3ാമത്തെ ടേം 12, 7ാമത്തെ ടേം 24 ആണ് എങ്കിൽ 10ാമത്തെ ടേം എത്രയാണ്? എത്രയായിരിക്കും? ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നോക്കാം. തേർഡ് ടേം A3 is 12. ഈ A7 തന്നിട്ടുണ്ട്, A7 is 24. ശരിയല്ലേ? ഇത് സോൾവ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A10 കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ D കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. 2 ടേമുകൾ തന്നിട്ടുണ്ടോ വിചാരിക്കും അല്ലേ? A7 A3. ഇപ്പൊ D കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. A7 മൈനസ് A3 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. ഇത് D തരും നമുക്ക് ഈ ഒരു ഫോമിൽ. A7ഉം A3യും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ D കണ്ടുപിടിക്കാൻ A7 മൈനസ് A3 ബൈ 7 മൈനസ് 3 ചെയ്താൽ മതി, D കിട്ടും. എന്താണ് A7? A7 is 24 മൈനസ് A3 is 12 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. അതായത് 24 മൈനസ് 12 12 ബൈ 7 മൈനസ് 3 4 അല്ലേ? 3. കോമൺ ഡിഫറൻസ് എന്തെന്ന് കിട്ടും നമുക്ക്? 3 എന്ന് കിട്ടും അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് 3 കിട്ടിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A കിട്ടും. അപ്പോൾ A3 എന്ന് പറഞ്ഞത് 12 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. A പ്ലസ് 2D ആണ് 12 അല്ലേ? ഇവിടെ D എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. അപ്പൊ A പ്ലസ് 2 ഇൻറ്റു 3 ഈക്വൽ ടു 12. A സമം 12 മൈനസ് 6 6 എന്ന് കിട്ടും എയുടെ വാല്യൂ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് A10 ആണ് കേട്ടോ. അപ്പോൾ A10 എന്ന് പറഞ്ഞാൽ എന്താ വരിക? A പ്ലസ് 9D, ശരിയല്ലേ? A എന്ന് പറയുന്നത് 6 പ്ലസ് 9 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 3. എത്ര കിട്ടും? 6 പ്ലസ് 27. 27 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 33 ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ.
കറക്റ്റ് അല്ലേ? യെസ്. ഇത് എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ഓപ്ഷൻ എയും കൂടെ അതിനകത്ത് കയറി വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കേണ്ടത് +1 +2 ടോപ്പിക്സ് ആയതുകൊണ്ട് +1 +2 എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിലും നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യം നോക്കൂ. 11. If the sum of the first n terms, n positive integers, is the 1/5 of the sum of their squares, then n is equal to. ചോദ്യം വൃത്തിയായിട്ട് നോക്കുക, മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? Sum of first n positive integers is 1/5 sum of their squares. അല്ലേ? അപ്പൊ ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n into n plus 1/2. നിങ്ങൾ ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ല, ഓർമ്മയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. ഇനി സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അതെന്തായിരുന്നു? n into n plus 1 into 2n plus 1/6 അല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. 1 + 2 + 3 etc. up to n. അതാണിത്. ഇതോ 1² + 2² + etc. up to n². ഈ രണ്ടുമാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഇസ് 1/5 ദ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് അല്ലേ? അപ്പോൾ n into n plus 1/2 എന്ന് പറയുന്നത് 1/5 into sum of their squares, n into n plus 1 into 2n plus 1/6. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് n ആണ്. സോൾവ് ചെയ്ത് n കണ്ടുപിടിക്കാം. എന്തുവരെ നോക്കൂ, ഇതൊക്കെ കട്ട് ചെയ്ത് പോലെ ഈ n ഇവിടെ പോകും, n പോവും, n plus 1 പോവും, n plus 1 പോവും, 2 പോവും, ഇവിടെ 2 പോയിട്ട് ഇവിടെ 3 വരും ബാലൻസ്. ഇവിടെ ബാക്കി ഒന്നേ ഉണ്ടാവുള്ളൂ. ഈ 5 into 3 15 നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2n plus 1 എന്നും കാണും. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2n സമം 15 - 1 14, n equal to 7 കിട്ടും. ഇതിന്റെ വാല്യൂ എന്തായി? 7. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കൂടുതലും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഈ PDF ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റ് സീരീസുകൾ അപ്ലോഡ് ചെയ്യും. ഓരോന്നോരോന്നായിട്ട് കുറച്ചും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ഇതൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്ലോഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങളിത് പഠിക്കുക. 1-ാം തീയതി മുതൽ, ഇനിയും 15 ദിവസം കൂടെ ഉണ്ട്, 1-ാം തീയതി മുതൽ ഇതിന്റെ റിവിഷൻ ആണ്. അപ്പോൾ കംപ്ലീറ്റ് റിവിഷൻ ലൈവായിട്ട് ക്ലാസ്സുകൾ പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക കേട്ടോ. അതെല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ക്ലാസ്സിന്റെ കാര്യം നിങ്ങൾ ഫ്രണ്ട്സിനോടും കൂടെ ഒന്ന് പറയുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അധികം ആൾക്കാർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും ജോയിൻ ചെയ്യാനായിട്ട് പറയാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ക്ലാസ്സിന്റെ ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.